പാലക്കാട് വടകരപ്പതിയിൽ സ്വർണ്ണമുക്കുത്തിക്കായി വയോധികയെ കത്തിച്ചു കുഴിച്ചിട്ടു. ആട്ടയാമ്പതി സ്വദേശി സരസമ്മാളിനെയാണ് തലക്കടിച്ചും കഴുത്തിൽ കൊടുവാളുകൊണ്ട് വെട്ടിയും കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചു കുഴിച്ചിട്ടത്. സംഭവത്തിൽ പ്രദേശവാസിയായ ഉദയകുമാറിനെ കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടി. പ്രതി കുറ്റം സമ്മതിക്കുകയും പോലീസ് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. 66 വയസ്സുകാരിയായ സരസാൾ ആട്ടയാമ്പതിയിലെ വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്. കൈക്ക് പൊട്ടലുണ്ടായിരുന്നതിനാൽ തമിഴ്നാട്ടിൽ താമസിക്കുന്ന മകളുടെ മകൻ ദിവസവും വീട്ടിലെത്തി ഭക്ഷണം നൽകും. കഴിഞ്ഞ മാസം 10-ാം തീയതി രാവിലെ 8:30 ഭക്ഷണം നൽകി പേരമകൻ കാർത്തി മടങ്ങിയ ശേഷം പിന്നീട് സരസാളിനെ കണ്ടിട്ടില്ല. 12-ാം തീയതിയോടെ കുടുംബം കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകി. டெய்லி சாப்பிட கொண்டு வருவேன். புதன்கிழமை பார்த்தேன் பாட்டியை. அப்புறம் வியாழக்கிழமை வந்து பாட்டியை காணோம், சாப்பிட வச்சு போயிட்டேன். அப்புறம் வெள்ளிக்கிழமை வரப்போ ஆள் இல்லை. பக்கத்தில் கேட்குறப்போ ஆள் யாரும் பார்க்கலின்ட்டாங்க. அப்புறம் ஈவினிங் ஃபுல்லாக தேடிட்டு தான் போய் കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. തിരോധാന കേസ് അന്വേഷിച്ച കൊഴിഞ്ഞാമ്പാറ പോലീസാണ് വയോധികയുടേത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. പ്രതി ഈ ദാരുണമായ കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ, അതുപോലെ മറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. കത്തിക്കരിഞ്ഞ ജീർണിച്ച മൃതശരീരം ബഹുമാനപ്പെട്ട ചിറ്റൂർ തഹസിൽദാരുടെയും അതുപോലെ ഫോറൻസിക് സർജൻ, സയൻറ്റിഫിക് ഓഫീസേഴ്സ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അത് നമ്മളിപ്പോൾ പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വരികയാണ്. സ്ത്രീയുടെ ശരീരത്തിൽ ആഭരണങ്ങളുണ്ടായിരുന്നു. 2 ഭാഗത്തും വലിയ മൂക്കുത്തി ഉണ്ടായിരുന്നു. അതായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. പിന്നെ കുറച്ച് പൈസ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതി കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. പ്രതി തൻ്റെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചും കൊടുവാൾ ഉപയോഗിച്ച് കഴുത്തിന് 4 തവണ വെട്ടിയുമാണ് വയോധികയെ കൊലപ്പെടുത്തിയത്. ശേഷം മൃതദേഹം പ്ലാസ്റ്റിക് കവറിലാക്കി ശുചിമുറിയിലിട്ട് കത്തിച്ചു. പിന്നീട് ശരീരഭാഗങ്ങൾ വീടിന് പുറകിലും മറവ് ചെയ്തു. പ്രതിയുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ ശുചിമുറിയിൽ നിന്നും വീടിന് പുറകിൽ കുഴിച്ചിട്ട നിലയിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അതേസമയം താൻ ഒറ്റയ്ക്കല്ല കുറ്റകൃത്യം ചെയ്തത് എന്നും ഒപ്പം 17-കാരനായ സുഹൃത്തുമുണ്ടെന്ന് ഉദയകുമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 17-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെങ്കിലും കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക. ജനം, പാലക്കാട്.